Hi friends, welcome to my channel. ഇന്ന് ഇവക്കുട്ടിയുടെ പുതിയ സ്കൂളിൽ ഓറിയന്റേഷൻ ഡേ ആണ് കേട്ടോ. ഹാബിറ്റേറ്റ് സ്കൂളിൽ ഇവക്കുട്ടിയുടെ ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു എന്ന് കണ്ടാലോ. അപ്പൊ സ്കൂളിലേക്ക് പോവാൻ ഇവക്കുട്ടി റെഡി ആയിട്ടുണ്ട്. ബുക്സ് ഒക്കെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോ അത് കവർ ചെയ്ത് ലേബലും ചെയ്ത് ഇന്ന് സ്കൂളിൽ തന്നെ സബ്മിറ്റ് ചെയ്യണം. സോ അതും റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് യൂണിഫോം കമ്പൽസറി അല്ല കേട്ടോ, ജസ്റ്റ് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണെന്ന് വേണേ പറയാം. ഇവക്കുട്ടിനെ പോലെ തന്നെ ഞങ്ങളും എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം യുഎയിലെ സ്കൂളിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് തന്നെ സ്കൂളിനെ കുറിച്ച് പാരന്റ്സിനും കുട്ടികൾക്കും ഒക്കെ ഒരു ഇൻട്രൊഡക്ഷൻ തരിക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് തന്നെ. എത്തിയപാടെ ആദ്യം തന്നെ മോളുടെ ID കാർഡ് വാങ്ങിക്കണം, എന്നിട്ടാണ് ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നത്. സോ അതിനുവേണ്ടി ആദ്യം മോളുടെ ക്ലാസ് ഡിവിഷൻ അറിയണം കേട്ടോ. അത് ഇന്നാണ് അറിയാം. അപ്പം അറിയാത്തവർക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. സോ മോളുടെ ഡിവിഷൻ KG1Q ആയിരുന്നു കേട്ടോ. അപ്പോൾ ഡിവിഷൻ നോക്കിയതിന് ശേഷം ഹെൽപ്പ് ഡെസ്കിലേക്ക് പോയിട്ട് വേണം ID കാർഡ് വാങ്ങിക്കാൻ. ബട്ട് മോളുടെ ID കാർഡിന് എന്തോ ഒരു ഇഷ്യൂ ആയിട്ട് കിട്ടിയിട്ടില്ല. സോ അവരൊരു സ്ലിപ്പ് തന്നു. ഞങ്ങൾ അതും കൊണ്ടാണ് ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഓറിയന്റേഷൻ സെഷൻ 3 സ്ലോട്ട് ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 9 AM to 10 AM. 9 AM വരുന്നത് ഡിവിഷൻ A to K ഇത്രയും ക്ലാസിന്റെ കുട്ടികൾക്കായിരുന്നു 9 AM വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളുടേത്, അതായത് വി വരെയുള്ള ക്ലാസ് ഡിവിഷനിലുള്ള കുട്ടികൾക്കും പാരന്റ്സിനും 10 AM to 11 AM വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ 3rd സ്ലോട്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എത്തിയ പാടെ തന്നെ മോണിറ്ററിൽ സ്കൂളിന്റെ കിൻഡർഗാർട്ടൻ ഡിപ്പാർട്ട്മെന്റിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു. ഇവക്കുട്ടി അതിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കണ്ട് അന്തം ഇട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ 10 o'clock ആയപ്പോൾ നമ്മുടെ സെഷൻ സ്റ്റാർട്ടായി. സ്കൂൾ പ്രിൻസിപ്പൽ ബാലറെഡ്ഡി സർ ആയിരുന്നു കേട്ടോ സെഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്കൂൾ ഹിസ്റ്ററി, മിഷൻ, വിഷൻ, ക്ലാസ് ടൈമിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റുഡൻസ് ആൻഡ് സ്റ്റാഫ് സ്ട്രെങ്ത് ഫ്രം ഡിഫറെന്റ് കൺട്രീസ്, അങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ അദ്ദേഹം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ. ശേഷം ഓരോ ഡിവിഷനിലെയും ടീച്ചേഴ്സിനെയും അസിസ്റ്റന്റ് ടീച്ചേഴ്സിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നു. ബാക്കിയുള്ള അക്കാഡമിക് ഡീറ്റെയിൽസ് ഒക്കെ ടീച്ചേഴ്സ് ഓൺലൈൻ ഓറിയന്റേഷൻ സെഷൻ വെക്കുന്നതാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ നമ്മുടെ സെഷൻ ഒരു 15 minutes ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ടീമിനെ മീറ്റ് ചെയ്യുന്നതാണ്. അതിന് ആദ്യം തന്നെ പോയത് ഷാർജയിൽ നിന്ന് വരുന്ന കുട്ടികളും അവരുടെ പാരന്റ്സ് ആയിരുന്നു കേട്ടോ. ശേഷമാണ് അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, ദുബായ് എന്നീ സ്ഥലങ്ങളിൽ വരുന്ന ആൾക്കാരൊക്കെ അതിന് ശേഷമാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ രണ്ട് സൈഡിലും ആയിട്ട് ഹെൽപ്പ് ഡെസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിവിടെ ക്യൂ നിൽക്കുന്ന ടൈമിൽ ഇവന്റെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവ അവിടെ പോയിട്ട് ചോക്ലേറ്റ് വാങ്ങിട്ടോ. പക്ഷെ താങ്ക്സ് പറയാൻ മറന്നിട്ട് വീണ്ടും പോയി താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ മോൾക്ക് ബസ് നമ്പർ 30 ആണ് കിട്ടിയത്. അപ്പൊ നമ്മള് ബസ് നമ്പർ 30 ഡ്രൈവറിനെയും കണ്ടക്ടറിനെയും മീറ്റ് ചെയ്തു. കണ്ടക്ടർ ഒരു ലേഡി സ്റ്റാഫ് ആണ്. അപ്പം ക്ലാസ് ടൈമിങ് 7:30 ആണ്. സോ നമ്മളിവിടെ അടുത്തായതുകൊണ്ട് തന്നെ മോൾക്ക് ടൈം തന്നിട്ടുള്ളത് 7:05 ആണ് കേട്ടോ. അപ്പോൾ ട്രാൻസ്പോർട്ട് ടീമിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് KG സെക്ഷനിൽ പോയിട്ട് ക്ലാസ് ടീച്ചറിനെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അവിടെ തന്നെയാണ് നമ്മൾ ബുക്കും സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. ക്ലാസ് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടി, കാരണം ഒരുപാട് ഡിവിഷൻസ് ഉണ്ടായിരുന്നു. A to Z വരെയും പിന്നെ A-A-A-B-A-C അങ്ങനെയാണ് കേട്ടോ ക്ലാസ് ഡിവിഷൻസ് വരുന്നത്. സോ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡിവിഷൻസും, അതായത് കുറച്ച് ഡിവിഷന് കമ്പാർട്ട്മെന്റലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓരോരോ ഫ്രൂട്ട്സ് നെയിമാണ് ഓരോ കമ്പാർട്ട്മെന്റിനും കൊടുത്തത്. അപ്പൊ അവസാനം നമ്മൾ സ്ട്രോബെറിയിലെത്തി. മോളുടെ ഡിവിഷൻ വന്നിട്ടുള്ളത് സ്ട്രോബെറി കമ്പാർട്ട്മെന്റിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ക്ലാസ് ടീച്ചറെ മീറ്റ് ചെയ്തു. ബുക്സ് ഒക്കെ അവിടെ മാമിനെ ഏൽപ്പിച്ചു കേട്ടോ. പിന്നെ നമ്മൾ പോയിട്ടുള്ളത് റിഫ്രഷ്മെന്റിനാണ്. നമ്മുടെ KG സെക്ഷനോട് ചേർന്ന് തന്നെ ഇവരൊരു റിഫ്രഷ്മെന്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയത് യൂണിഫോം സെക്ഷനിലേക്കാണ് കേട്ടോ. മോളുടെ സൈസ് ഇല്ലാത്തത് കൊണ്ട് റെഗുലർ യൂണിഫോം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. PE യൂണിഫോം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ നമ്മളത് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന വഴി ഇവക്കുട്ടിയുടെ ക്ലാസ്സിന്റെ ഹെൽപ്പ് ഡെസ്ക് കണ്ടപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറി ID കാർഡ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തതാണ്. അപ്പൊ മോൾക്ക് ID കാർഡും കിട്ടി. സോ
സത്യം പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ ഇവർ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഒരു കൺഫ്യൂഷൻ്റെയും ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ഹെൽപ്പ് ഡെസ്കിലുള്ള ആൾക്കാർ ടീച്ചേഴ്സാണ്, സ്റ്റാഫായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും നല്ല വാം വെൽക്കമിങ്ങും ആയിരുന്നു, അതുപോലെ തന്നെ നല്ല ഹെൽപ്ഫുള്ളും ആയിരുന്നു കേട്ടോ. നമുക്ക് ഒരു ഇപ്പോൾ അറിയാത്ത ആൾക്കാരാണെങ്കിലും ഒരു കൺഫ്യൂഷൻ്റെയും ആവശ്യം വരില്ല, അത്രയും ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ നമ്മൾ യൂണിഫോമിന്റെ സെക്ഷനിലേക്ക് നടന്നു പോകുമ്പോൾ നേരത്തെ ചോക്ലേറ്റ് കൊടുത്തിരുന്ന ആള് മാറി. അപ്പൊ വേറെ ആളായപ്പം ഇവ വീണ്ടും പോയിട്ട് ഒരു ചോക്ലേറ്റ് കൂടി വാങ്ങി വന്നു കേട്ടോ. ചോക്ലേറ്റ് വാങ്ങി നമ്മൾ യൂണിഫോം സെക്ഷനിലേക്ക് പോയി. ഗ്രൗണ്ടിനോട് ചേർന്നിട്ടാണ് കേട്ടോ സെക്ഷൻ ഉള്ളത്. അത്യാവശ്യം നല്ല വലിയ ഗ്രൗണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ കുട്ടികൾ അതാ കളിക്കാൻ പീന്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു, കളിക്കാൻ പുറത്ത് വിട്ടൊരു ടൈമായിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ട് കുട്ടികളൊക്കെ പോകുന്ന കാണാൻ. ഇവിടെ മിഡിൽ സ്കൂൾ എത്തിക്കഴിഞ്ഞാല്, മിഡിൽ ക്ലാസ് എത്തിക്കഴിഞ്ഞാല് ബോയ്സ് വേറെയും ഗേൾസ് വേറെയാണ് കേട്ടോ. അതുവരെ മിക്സ്ഡ് ആയിരിക്കും. അപ്പൊ ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. യൂണിഫോമും ഷൂ ഒക്കെ കൊടുക്കുന്നത് ഇൻഡോർ പ്ലേ ഏരിയയിലാണ് കേട്ടോ. ഇവിടെ തന്നെയാണ് ബാഡ്മിന്റണും ഡാൻസ് പ്രാക്ടീസും അതുപോലെ ബാസ്കറ്റ് ബോളൊക്കെ ഇവിടെ തന്നെയാണ്, ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഞാൻ വീഡിയോ എടുക്കാനും പോയി, ഹസ്ബൻഡ് ആണെങ്കിൽ യൂണിഫോം ചെക്ക് ചെയ്യാനും വേണ്ടി പോയി. അപ്പൊ ഇവ നമ്മള് മിസ്സായി എന്ന് കരുതിയിട്ട് കരഞ്ഞു വന്നതാണ് കേട്ടോ. ഇത് മോളുടെ സൈസിലുള്ള യൂണിഫോം എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 17th റീ ഓപ്പണിങ് ചെയ്യുന്നത്. അപ്പൊ 18th എത്തുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് ടൈം മോള് യൂണിഫോം ഇല്ലാതായിരിക്കും പോവുക. അപ്പം യൂണിഫോം ഇല്ലാതാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പൊ ഓറിയന്റേഷന്റെ പ്രോഗ്രാം ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തു, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. സ്കൂളിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിഞ്ഞു, നല്ല സപ്പോർട്ടിങ് സ്റ്റാഫ് ആയിരുന്നു. ടോട്ടലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഇതോട് കൂടിയിട്ട് നേരെ ടാക്സി വിളിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.